ചകിരി പോ നേപ്പാൾ എത്തിയില്ല. ഓ അത് ശരിയാണല്ലോ, നമ്മൾ നേപ്പാളിൽ എത്തിയില്ലല്ലോ അല്ലേ. ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. നമ്മളെല്ലാവരും ഇങ്ങനെ നേപ്പാളിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ കാണുക. കാരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർ ഇപ്പോൾ കേരളത്തിൽ നിന്നും നേപ്പാളിലേക്കുള്ള യാത്രക്കിടയിൽ ഇപ്പോൾ ഹൈദരാബാദ് ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് യാത്ര പോകാണ് അല്ലേ. അപ്പം നമ്മളെവിടെയുള്ളത് അതന്നെ, നമ്മളിപ്പോൾ ഉള്ളതൊരു ഹോട്ടലിലാണ്. ഫുഡ് അടിക്കാൻ കയറിയിട്ടുള്ളത്. മോഹൻലാലിൻ്റെ 6 നമ്പറിൽ പറഞ്ഞല്ലേ, ഓട്ടക്കാലണ എണ്ണൻ്റെ കീശയിൽ ഓട്ടക്കാലണ, അങ്ങനെ എന്തോ ഒരു സംഭവമില്ലേ, പൈസ ഇല്ലാത്തതുകൊണ്ട് കീശയിൽ എന്താ, അങ്ങനെ അതന്നെ പൈസയിലാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം സഫർ പറഞ്ഞു ക്യാ ഹോ ഗയാ ഭായ് കാനാ നെയ് ചാഹിയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മോന്താണ്ടൻ എനിക്ക് മനസ്സിലായി പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്ര ആവുമെന്നുണ്ട്. എന്നെ വിളിച്ചു, അവിടെ ഇരുത്തിച്ചു. അവിടുത്തെ ഭക്ഷണത്തിൻ്റെ സ്റ്റൈൽ എങ്ങനെ അറിയോ, ഒരു പ്ലേറ്റിൽ ഭക്ഷണം വിളമ്പും, കറി വിളമ്പും, റൊട്ടിയൊക്കെ വിളമ്പും. അതിൽ നിന്നാണ് എല്ലാവരും പങ്കിട്ടെടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും, സാധാരണ ഡ്രൈവർക്കും ക്ലീനർക്കും ഒരു റേറ്റാണ് ഒരു പ്ലേറ്റിന്, അവർക്ക് അൺലിമിറ്റഡ് ഫുഡ് കിട്ടും. അതിൽ ഞാനും കൂടി ആഡായി. എന്നുവെച്ചാൽ അവരുടെ കൂടെ ഞാനും കൂടി കഴിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അവരുടെ ഫുഡ്, അവർ കഴിക്കുന്ന ഫുഡ്, അവർ കൊടുക്കുന്ന പേയ്മെൻറ്റ്, അതേ പേയ്മെൻറ്റ് നമ്മൾ 3 പേരും കഴിക്കാൻ തുടങ്ങി. ഞാനാണെങ്കിൽ ഇത്രയും കഴിക്കും, 2 റൊട്ടിയും കണ്ട് കഴിക്കും. എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. കാരണം ഞാൻ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് എന്നോട് പറഞ്ഞിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. പിന്നെ അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞു, നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി. പിന്നെ അണ്ടർവെയറൊക്കെ ഇട്ട് ഹൈവേ റോഡ് സൈഡിൽ നിന്ന് വെള്ളം കോരി കുളിക്കുമെന്ന് പറയുമ്പോൾ ഉണ്ട്. ഈ യാത്രയിൽ 3-4 ദിവസം നല്ല കുളി അങ്ങനെ ഞാൻ കുളിച്ചിട്ടുണ്ട്. കാണിച്ചു കേട്ടോ. വെയിറ്റ്. യാത്ര തുടങ്ങി. നമ്മൾ കൂടുതൽ പരിചയപ്പെടാൻ തുടങ്ങി. 2 പേരും 2 ടൈപ്പാണ്. നമ്മുടെ ഈ 2 ചങ്ങാതിമാരും. ഒരു ചങ്ങാതിയുടെ വായിൽ എപ്പോഴും ഹെഡ്ഫോൺ ഉണ്ടാവും. വായിൽ ഹെഡ്ഫോൺ എന്ന് പറയാൻ കാണുന്നറിയോ, പണ്ടാരോ പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ ഉമ്മകൾ വാങ്ങിക്കിട്ടുന്നത് ഹെഡ്ഫോണുകളാണെന്ന്. അതുപോലെയാണ്. അതിൻ്റെ ഹെഡ്ഫോൺ ഇവിടെ ഉണ്ടാവും, മൈക്ക് എപ്പോഴും വായിലുണ്ടാവും. ഇങ്ങനെ കഴിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. ചങ്ങാതി ഭയങ്കര പഞ്ചാരപ്രിയനാണ്. ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും വിളിക്കും. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി ഇങ്ങനെ കണ്ണിറക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ വരുന്നുണ്ട്. പക്ഷെ അവരുടെ ഭാഷയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളങ്ങനെ കൂടുതൽ ഇടപഴകാൻ തുടങ്ങി. അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായത്, 2 പേരും ഉത്തർപ്രദേശ് സ്വദേശികളാണ്, UP സ്വദേശികളാണ്. പിന്നെ 2 പേരും ഈ ലോറിയിൽ യാത്ര തുടങ്ങിയിട്ട് 6 മാസമായി. എന്ന് വെച്ചാൽ കഴിഞ്ഞ 6 മാസം അവർ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൂടെ നോൺ സ്റ്റോപ്പായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടി ഇവർ ഫുഡ് കഴിക്കുമ്പോൾ മാത്രം ഇവർ നിർത്തും. അല്ലാത്ത സമയത്ത് ഡ്രൈവർ ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ആദ്യം ഒരാൾ ഓടിക്കും, അയാൾക്ക് മടുക്കുമ്പം അയാൾ മാറും. റണ്ണിങ്ങിൽ തന്നെ ഇവർ ഡ്രൈവിംഗ് ചേഞ്ച് ചെയ്യും, മറ്റേ കയറും. പിന്നെ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. 2 ആളും തമ്മിൽ അടിയും ഒച്ചപ്പാടും കലവലിയും സ്നേഹിക്കലും. ഒരാൾ ഫുൾ ടൈം ഗേൾസിനെ വിളിച്ച് സംസാരിക്കലാണെങ്കിൽ മറ്റവൻ സൈലൻ്റോ, ഓനൊന്നുമില്ല. ഓനാണ് മെയിൻ ഡ്രൈവർ. ക്ലീനറാണ് ഗേൾസിനോട് സംസാരിക്കുന്നത്. പക്ഷേങ്കിൽ ഒരിക്കലും അവിടെ മെയിൻ ഡ്രൈവർ ക്ലീനർ എന്നുള്ളൊരു ഡിഫറൻ്റ് ഇല്ല. കാരണം 2 പേർക്കും ഒരേ അവകാശം, 2 പേരും ഒരുപോലെ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ 6 മാസമായിട്ട് വീട്ടിൽ പോവാതെ? അവർ പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ രീതി. ഞങ്ങൾ 6 മാസം യാത്ര ചെയ്യും. 6 മാസം യാത്ര ചെയ്ത് 1 മാസം വീട്ടിൽ പോകും. പിന്നെ ആദ്യം 6 മാസം റോഡിലിറങ്ങും. നമ്മൾ പ്രവാസികളൊക്കെ പോലെ 1 വർഷത്തിൽ അവർ 2 മാസമാണ് അവർ വീട്ടിൽ ചിലവഴിക്കുന്നത്. വേതനമൊക്കെ വളരെ കുറവാട്ടോ. വേതനം വെച്ചാൽ അടിക്കുമ്പോൾ കിട്ടുന്ന വേതനമല്ല, വേതനം, പണമേ വളരെ കുറവാണ് ശമ്പളമൊക്കെ. അതിലുണ്ടായിരുന്ന ചെടികളാണ്, തൃശ്ശൂരിൽ നിന്ന് ചെടികളാണ്. ആ ചെടികളാണ് അവരത് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അയോധ്യയാണ്. പിന്നെ അതുപോലെ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്, പോകുന്ന വഴിക്കൊക്കെ ഇറക്കണം. അങ്ങനെ സംസാരിച്ച് യാത്ര ഇങ്ങനെ തുടങ്ങി. കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി വളരെ പതുക്കെ പോകും. 40 കിലോമീറ്റർ, 30 കിലോമീറ്റർ, 40 കിലോമീറ്റർ, 50 കിലോമീറ്റർ. 50 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഹയാബൂസയിൽ 250 എടുത്തു പോകുന്ന ഫീലാണ്. കാരണം അത്രയ്ക്ക് സന്തോഷം 50 കാണുമ്പോൾ. വലിയ പോകും, കാരണം നല്ല ഹെവി ലോഡാണ്, പതുക്കെ പോകാൻ പറ്റുന്നല്ലോ. പിന്നെ ലോറി എന്ന് പറയുമ്പോൾ ലിമിറ്റാണ്. നമുക്കിപ്പം നമ്മളിപ്പം കേരളത്തിലെ കണ്ണൂരിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് നമ്മൾ ബൈക്കിൽ പോകുന്നത്, ചെറിയ ബ്ലോക്കിൽ കാണുമ്പോൾ നമുക്ക് പ്രാന്തെടുക്കും. ലേറ്റായി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കണ്ണൂരിൽ നിന്ന് അല്ലെങ്കിൽ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം വരെ നിങ്ങളൊരു ചരക്ക് ലോറിയിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ വാഹനത്തിന് വേഗതയില്ല നിങ്ങൾ പറയില്ല.
കാരണം അതാണ് അവരുടെ അവസ്ഥ. ഓരോ ട്രാഫിക്കിലും നിർത്തി, ബ്ലോക്കിലും കുടുങ്ങി. ബൈക്കൊക്കെ ആണെങ്കിൽ ബ്ലോക്കിൽ നിന്ന് തട്ടിച്ചും വെട്ടിച്ചും കയറാം. ഇവർക്കത് പറ്റില്ല. മെല്ലെ 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 പോകണം. വഴിയിൽ കുറേ ആൾക്കാരുടെ തെറി കേൾക്കണം. ലോറിക്കാരുടെ ജീവിതം അങ്ങനെയാണ്. നമ്മൾ അവരുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവരുടെ കൂടെ യാത്ര ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ലോറി കയറുന്നത് അപ്പോഴാണ് ലോറി എന്താണ്, ലോറിക്കാരുടെ ജീവിതം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീടുള്ള യാത്രകളിൽ ഞാൻ ലോറികൾ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. അങ്ങനെ ഹൈദരാബാദ്, തെലുങ്കാന കഴിഞ്ഞു മഹാരാഷ്ട്രയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം അവിടുത്തെ പോലീസുകാരെ വെറും പിച്ചക്കാരാണ്. അവരിടയ്ക്കിടയ്ക്ക് കൈയിട്ട് വാരിക്കൊണ്ടേയിരിക്കും. അവർ നിർത്തും, വണ്ടി നിർത്തിച്ചിട്ട് വണ്ടിയൊക്കെ കാണിച്ച് വണ്ടി നിർത്തി എന്നിട്ട് പൈസ വരും. ഓരോ ബോർഡറിലും ചെക്ക് പോസ്റ്റിലും പൈസ 50, 100, 50, 100 ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. മഹാരാഷ്ട്രയിലെ ബോർഡറുകളിൽ നല്ല പെണ്ണ് പൈസ കൊടുത്തു. ഇവർ അതിനായിട്ട് ചെറിയൊരു പെട്ടിയിൽ ഇവരെ ഭാഷയിൽ പറഞ്ഞാൽ പിച്ചക്കാർക്ക് കൊടുക്കുന്നവരെ കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. പോരാതിനെ മുതലാളിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു 100 പേജ് നോട്ടിൽ എഴുതുന്നുണ്ട്. മഹാരാഷ്ട്ര പോലീസ് 50, 100 കറക്റ്റ് കണക്ക് അവർ വെക്കുന്നുണ്ട് ഓരോ കൊടുത്തതിന്. ടോളാണെങ്കിൽ ടോളോട് ടോൾ 50 കിലോമീറ്റർ കൂടുമ്പോൾ ടോളിന് പുറമെ പോലീസുകാരുടെ പൈസ പറയും. കൊടുത്ത് അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന മഹാരാഷ്ട്ര കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഏറ്റവും വേദന തോന്നിയ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് മധ്യപ്രദേശിൽ, അതെ, ജബൽപൂർ വഴിയാണ് നമ്മൾ പോയത്. ഓക്കെ, അത് അവിടെ നിൽക്കുന്നത് ഞാൻ പറയാം. ജബൽപൂരിലേക്ക് പോകുന്നൊരു കാഴ്ചയുണ്ട്. സാധാരണ ഈ ഹൈവേ എന്ന് ഒഴിവാക്കിയിട്ടേ ഇവർക്ക് ചരക്കിറക്കാൻ വേണ്ടി ഇവർ വേറെ ഒരു റൂട്ടിലൊക്കെ പിടിച്ചു, ജബൽപൂർ വഴി. എൻ്റെ റോഡുകൾ കാണുന്ന നോർത്ത് ഇന്ത്യയിലെ കരഞ്ഞു പോകും. കട്ടറും കുണ്ടും കുഴിയും ടക്ക് 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 ഇത് തന്നെ സംഭവം. നമ്മളെ ഹൈദരാബാദ് വരെ വന്ന വണ്ടി കുതിരപ്പുറമായിരുന്നെങ്കിൽ ഇത് എന്ത് മൃഗാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം കുലുങ്ങലാണ്. ഫുള്ള് കട്ട് റോഡൊക്കെ ആയിട്ട് വലിയ വൃത്തിയില്ലാത്ത ഓരോരോ ഗ്രാമങ്ങളിൽ ചേരുമ്പോൾ കാണാം ഇടത്തും വലത്തൊക്കെ ഫുൾ മണ്ണിട്ട ഇതൊക്കെ ആയിട്ട് വലിയ വൃത്തിയൊന്നും ഇല്ലാത്ത ഏരിയകളാണ്. പിന്നെ അങ്ങനെ ജബൽപൂർ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അന്ന് രാത്രി വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങി. വണ്ടി എവിടെയും സൈഡാക്കിയിട്ടില്ല. ഇവർ രണ്ടുപേരും ഡ്രൈവ് ചെയ്യും, ഞാൻ വണ്ടിയിൽ കിടന്നുറങ്ങും. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ക്യാമറ ഒന്നുമില്ല. ഞാൻ ഐഫോണിൽ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും. നിങ്ങൾ കാണുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഐഫോണിൽ എടുത്തതാണ്. അതിന് ചാർജറില്ല, പവർ ബാങ്ക് ഇല്ല, ഒന്നുമില്ല. ഒരു പവർ ബാങ്ക് ഉണ്ട്, പക്ഷെ അതിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല. ലോറിയിൽ ചാർജ് ചെയ്യാൻ പറ്റും, പക്ഷേ പവറില്ല, വളരെ കുറച്ച് ചാർജ് ചെയ്യും. അപ്പോൾ ഞാനെന്താ ചെയ്യും, ഓരോ ദാവയിലൊക്കെ നിർത്തുമ്പം ആദ്യം തന്നെ ഓടിപ്പോയിട്ട് ചാർജ് ചെയ്യും. അതാണ് എൻ്റെ പണി. വിശ്വസിച്ചിട്ട് എവിടെയും നമുക്ക് ചാർജിന് വെക്കാം. ആരും നമ്മുടെ മൊബൈലൊന്നും അടിച്ചു മാറ്റുന്നില്ല കേട്ടോ. ദാവയിലൊക്കെ നമുക്ക് വളരെ വിശ്വസിച്ച് നമുക്ക് ചെയ്യും. ഇവൻ സിംഗപ്പൂർ യാത്രയിൽ ഞാൻ ദാവയിൽ പരസ്യമായിട്ട് ഞാൻ ലാപ്ടോപ്പൊക്കെ ചാർജ് വെച്ച് ഉറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വരുന്ന എപ്പിസോഡിൽ പറഞ്ഞുതരാം. അപ്പം ഓക്കെ, ജബൽപൂർ കഴിഞ്ഞു. പിന്നെ ഈ മധ്യപ്രദേശ് എത്തിയപ്പം എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമമുള്ളൊരു സംഭവം നടന്നു. വളരെ വിഷമമുള്ളൊരു സംഭവമാണ്. എന്താ വെച്ചാൽ ഞങ്ങളൊരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പം ഡ്രൈവർ നിർത്തി. ചെറിയൊരു ഒരു മണ്ണിട്ട ഒരു ചെറിയൊരു വീട്, മണ്ണുകൊണ്ട് നിർമ്മിച്ചൊരു വീട്. ആ വീടിനടുത്ത് ഡ്രൈവർ നിർത്തിയിട്ട് എനിക്കറിയില്ല അന്ന് നിർത്തിയെന്ന്. അപ്പോൾ ഇവർ വേഗം വണ്ടിയിൽ നിന്ന് ഒരു കുപ്പിയെടുത്ത് ഒരുത്തൻ അങ്ങ് കാട്ടിലേക്ക് പോയി. സംഭവം ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ടോയ്ലറ്റില്ല, എവിടെയും ടോയ്ലറ്റില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ ടോയ്ലറ്റ് വളരെ കുറവാണ്. ആൾക്കാർ അധികം ഇരിക്കുന്നത് പുറത്താണ്. നമ്മളത് വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് കാണും. പുലർച്ചെ അതിൽ യാത്ര ചെയ്യുമ്പോഴേ സ്ത്രീകൾ കയ്യിൽ കുപ്പി എടുത്തിട്ട് പോകുന്നതാണ്. ഇപ്പോൾ പഴയകാല ചില സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, മൊന്ത എടുത്തിട്ട് പോകുന്നത് സ്ത്രീകൾ. രാവിലെ തന്നെ പുലർച്ചെ വെളിച്ചം വരുന്നതിന് മുമ്പ്, സൂര്യപ്രകാശം വരുന്നതിന് മുമ്പ് സ്ത്രീകളും പുരുഷന്മാരും. പക്ഷെങ്കിൽ ഇപ്പം പുരോഗമനം വന്നത് അവർക്ക് ടോയ്ലറ്റ് വന്നു എന്നില്ല, അവർ കൊണ്ടുപോകുന്ന മൊന്തയുടെ കാര്യത്തിൽ പുരോഗമനം വന്നു. ഇന്ന് അവർ മൊന്തയ്ക്ക് പകരം പെപ്സി കുപ്പിയൊക്കെ എടുക്കുന്നു. മൊന്തയില്ല. സ്ത്രീകളും പുരുഷന്മാരൊക്കെ പോവും, പൊന്തക്കാട്ടിലൊക്കെ പോയിരിക്കും, അവരുടെ കാര്യം കഴിക്കും. വെളിച്ചം വരുന്നതിന് മുമ്പ് പോയി ബാത്റൂമിലിരുന്ന് അവരുടെ 1, 2 എല്ലാം കഴുകി തിരിച്ച് വെളിച്ചം വരുന്നത് വീട്ടിലെത്തണം. ഞാൻ ആലോചിച്ചത്, ചിലപ്പോൾ ഇവർ എഴുന്നേക്കാൻ മറന്നുപോയാലോ, എഴുന്നേക്ക് ലേറ്റ് ആയാലോ, നേരം വെളുത്താലോ, ഇവരെന്ത് ചെയ്യും? പകൽ വെളിച്ചത്തിൽ ഇവർക്ക് പോകാൻ പറ്റുമോ ഇങ്ങനെ പറമ്പിലൊക്കെ? ഞാനീ പറഞ്ഞത് 10 കൊല്ലം മുമ്പുള്ള കാര്യമല്ല, 2018 ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അത് ഭയങ്കര സങ്കടമായിരുന്നു ഒരു അനുഭവം. അപ്പം അങ്ങനെ ഈ ഒരു വീടിന് മുമ്പിൽ ഞങ്ങൾ ചാവടിക്കാൻ നിർത്തി. ഞാനങ്ങനെ ആ വീട്ടിനകത്തോട്ട് കയറി. ഒരു സ്ത്രീ, നോർത്ത് ഇന്ത്യയിലെ സ്ത്രീകളൊക്കെ മുഖം മറക്കും. അവർ ഈ മുഖം ഇത്ര വരെ മറക്കും. ഭർത്താവിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ മുമ്പിലോ മാത്രമേ അവർ മുഖം ഉയർത്തുള്ളൂ.
ബാക്കി എല്ലാ സമയത്തും അവർ മുഖം മറക്കും. നോർത്ത് രാജസ്ഥാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അവിടുത്തെ സംസ്കാരം അനുസരിച്ച് മുഖം മറക്കൽ നിർബന്ധമാണ് സ്ത്രീകൾ. അവർ മറക്കും. ഞാൻ കണ്ട കാഴ്ചകൾ ഞാൻ പറയുന്നു, എല്ലാ സ്ഥലത്തും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഒരു സ്ത്രീ വന്നു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഡ്രൈവർ 3 ചായ പറഞ്ഞു. അപ്പം ചെറിയൊരു വീട്, ആ സ്ത്രീയുടെ കയ്യിൽ കുട്ടി ഉണ്ടായിരുന്നു, ചെറിയൊരു കുട്ടി. എനിക്ക് കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവർ ആ കുട്ടിയെ എന്ത് ചെയ്തു, ഞങ്ങളെ അവിടെ നിർത്തി. നിലത്ത് മണ്ണാണ്, മണ്ണിനെ കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു കുടിൽ, പുറത്ത് ഒരു ബെഞ്ച്, ഒരു മരത്തിനെ കൊണ്ടാക്കിയ ബെഞ്ചും, പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു കട്ടിൽ എല്ലാ ദാവയിലുണ്ടായിരുന്നു, ഒരു കട്ടിൽ അവിടെ ഉണ്ട്. ഞാൻ അതിലങ്ങനെ മറന്നു കിടന്നു. കുട്ടി വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റു. ആ കുട്ടിയെ എടുത്തു, കയ്യിലെടുത്തു. എൻ്റെ മൊബൈൽ ചാർജിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ കിട്ടിയിട്ടില്ല, പക്ഷേ ഫോട്ടോസ് കിട്ടി. ഞാൻ എടുത്തു നോക്കുമ്പോൾ അതിൽ ശരീരം മൊത്തം കുരുക്കൾ, വ്രണങ്ങൾ പോലെ. ഞാൻ എടുത്തു നോക്കുമ്പോൾ എന്ത് സംഭവം എനിക്ക് മനസ്സിലായി, മുഴുവനും കുരു. പക്ഷേ വസൂരിയാണോ? നിങ്ങൾക്ക് വസൂരി കുരുവല്ല, ഇങ്ങനെയല്ലല്ലോ, കളർ മാറ്റാണല്ലോ. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു, അതിനെ കളിപ്പിച്ചിരുന്നു. ആ സ്ത്രീ വന്നു. ആ സ്ത്രീ ഞങ്ങൾക്ക് 3 ചായയും 3 പാക്കറ്റ് ചെറിയ പാർലേജിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ട്, 3 രൂപയുടെ 5 രൂപയുടെ ഒറ്റ ചെറിയ പാർലേജ് ബിസ്ക്കറ്റ് തന്നു. ഞാൻ അവരോട് ചോദിച്ചു, എന്താ പറ്റിയത്, കുട്ടി എന്താ പറ്റിയത്? അപ്പോൾ അവർ പറഞ്ഞ വാർത്ത വളരെ സങ്കടമായിരുന്നു. അവർ പറഞ്ഞു, കുട്ടിക്ക് എന്താ പറ്റിയെന്നറിയില്ല, ശരീരത്തിൽ ഇങ്ങനെ വ്രണങ്ങൾ വരുന്നുണ്ട്, കാണിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോകരുതോ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഇല്ലേ? അവർ പറഞ്ഞു, ഇല്ല, ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർക്ക് നമ്മൾ ഫീസ് കൊടുക്കണം. ഫീസ് എന്ന് അവർ പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ അതിന് കൈക്കൂലി എന്ന് പറയും. കാരണം ശമ്പളം ഗവൺമെൻറ് തരുന്നുണ്ട്, എന്നിട്ടും ആൾക്കാരുടെ അടുത്ത് പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ കൈക്കൂലി, അതിനാണ് നമ്മൾ പറയുന്നത് പരസ്യമായിട്ട്. ഡോക്ടർക്ക് ഫീസ് കൊടുക്കണം, മരുന്നിന് ഫീസ് കൊടുക്കണം, പിന്നെ പുറത്ത് ടൗണിൽ പോകണതിന് ബസ്സിന് കൂലി കൊടുക്കണം. എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു കുട്ടിക്ക് അസുഖം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് നമ്മൾ എങ്ങനെ കെയർ ചെയ്യും? 1 രൂപ പോലും ചിലവ് നമ്മുടെ നാട്ടിൽ കുട്ടിയൊക്കെ ചികിത്സക്ക് ആവശ്യമില്ല. പക്ഷേങ്കിൽ ഈ ഒരു മധ്യപ്രദേശിലെ ഈ ഒരു ഗ്രാമത്തിലെ ഈ ഒരു സ്ത്രീ ഇത്രയും മനോഹരമായി കാണാൻ, നല്ല മൊഞ്ചിലെ കുഞ്ഞു മോളെ, ഒരു കുട്ടിക്ക് അസുഖം വന്നിട്ട് കാണിക്കാൻ പറ്റത്തില്ല, ചായ എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല. അത്രക്കും എൻ്റെ മനസ്സിലൊന്ന് സങ്കടം നിറഞ്ഞു. നമ്മൾ കാണുന്ന കാഴ്ച, ആ സ്ത്രീയുടെ അവരുടെ അവർ പറയുന്നത് വിഷമങ്ങൾ എന്നോട് പറയാം. അവർക്ക് ഒരു മാസത്തെ വരുമാനത്തിൽ അറിയാം 1200 രൂപ, 1300 രൂപ. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ദിവസത്തെ വരുമാനമായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഒരു മണിക്കൂറത്തെ വരുമാനമായിരിക്കും. കാരണം ഒരു ചായ വിറ്റാൽ 5 രൂപ, ഒരു പാർലേജ് വിറ്റാൽ 5 രൂപ, 10 രൂപ. ഇതിൽ ഈ പാർലേജിക്ക് ചിലപ്പോൾ ഒരു 10 പൈസ 50 പൈസയും കിട്ടിയാലായി. ചായക്ക് ചിലപ്പോൾ 2 രൂപ കിട്ടുമായിരിക്കും. ആ സ്ത്രീയുടെ തന്നെ ആടുണ്ട്, ആടിൻ്റെ പാലിനെ കൊണ്ട് ചായ ഉണ്ടാക്കുന്നത്. ഒരുപാട് ആട്ടുകൂട്ടങ്ങളുണ്ട് അവർക്ക് പറയും. ചിലപ്പം വണ്ടി ടൗണിലല്ല ഇത്, ഈ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത്. ഇതൊരു ഗ്രാമപ്രദേശത്ത് വിജനമായ സ്ഥലത്ത് ഈ ഒരു വീട് വരുന്നത്. ഹോട്ടലാണെന്നല്ല, സ്ഥിരം പോകുന്ന ലോറിക്കാർക്ക് മാത്രം, ഈ സഫറൊക്കെ അതുവഴി പോകുന്നതുകൊണ്ട് മാത്രം അവർക്ക് അതിൻ്റെ ഇത് കിട്ടിയത്. അപ്പോൾ ആരെങ്കിലും വന്ന് നിർത്തിയാലായി. ഇപ്പോൾ ചിലപ്പോൾ ഒരു 10 പേര് നിർത്തിയാൽ അതിന് 50 രൂപ, 50 ചായ പോവാം, 50 രൂപ കിട്ടും. ചിലപ്പോൾ ആരും നിർത്തിയില്ല, ഒന്നുമില്ല. അപ്പോൾ മാസത്തിൽ 1200 രൂപ വാങ്ങുന്ന ഈ ഒരു സ്ത്രീ ഈ കുട്ടിയെ നോക്കണം, എല്ലാം നോക്കണം. എന്താ അവസ്ഥ അല്ലേ? നമ്മളാണെങ്കിലോ ഒന്ന് കടയിൽ പോയി മോന് ഡയപ്പറും അല്ലെങ്കിൽ ഓർലെക്സ് എല്ലാം വാങ്ങി വരുമ്പോഴേക്കും 2000 രൂപ ഇല്ല. 1300 രൂപയ്ക്ക് ആൾക്കാർ ജീവിക്കും നമ്മുടെ ലോകത്ത്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. എനിക്കൊരുപാട് സങ്കടം വന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. ഒരുപക്ഷെ അന്ന് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ, അന്ന് എൻ്റെ കയ്യിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉള്ളത് മൊത്തം എടുത്തു കൊടുത്തേനെ ആ സ്ത്രീക്ക്. പക്ഷേ എങ്കിൽ എൻ്റെ കയ്യിലില്ല. ഞാനെൻ്റെ ബാഗ് തിരിച്ച് ലോറി കയറി, ഞാൻ എൻ്റെ ബാഗൊക്കെ അരിച്ച് തപ്പി നോക്കി. എനിക്കൊരു ട്യൂബ് കിട്ടി, ഒരു കോൾഡ് ക്രീം ഉണ്ടായിരുന്നു എൻ്റെ അതിൽ. ഞാൻ ഗൾഫിൽ നിന്ന് എങ്ങാണ്ട് വാങ്ങിയതാണ്. അത് ഞാൻ ആ സ്ത്രീക്ക് കൊടുത്തിട്ട്, ഇത് നിങ്ങളുടെ കുട്ടിക്ക് പുരട്ടി നോക്കി, പോകുമെന്ന് എനിക്കറിയില്ല, സ്കിന്നിന് പുരട്ടുന്ന മരുന്നാണ്, നിങ്ങൾ കൊടുത്തിട്ട് ഞാനിങ്ങനെ തിരിച്ച് വണ്ടിയിൽ വന്നു. അപ്പോഴേക്കും ടോയ്ലറ്റിൽ പോയവൻ വന്നു, കഴുകി വൃത്തിയൊക്കെ തിരിച്ചെത്തി. അവനും ചായ കുടിച്ചു, എല്ലാവരും വണ്ടി കയറി. എനിക്ക് വണ്ടി കയറാൻ പോകുമ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുന്നു ആ കുഞ്ഞു മോളെ. എനിക്ക് സങ്കടം, വല്ലാത്ത സങ്കടം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത സങ്കടമാണ്. കാരണം ഇത്രയും എനിക്ക് അവരെ എനിക്ക് സാമ്പത്തികപരമായിട്ട് സഹായിക്കാനുള്ള ആസ്തി എനിക്കുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ ചിലപ്പോൾ 10,000, 50,000, 1 ലക്ഷം ഉണ്ടായിരിക്കാം, 1000 ഉണ്ടായിരിക്കാം. 1000 ഉണ്ടെങ്കിൽ തന്നെ അവരെ സഹായിക്കാനുള്ള ആസ്തിയാണത്. അവർക്ക് അതുപോലില്ല. പക്ഷെ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഒരു തരത്തിലും പറ്റുന്നില്ല. ലോറിക്കാരുടെ എനിക്ക് കടം വാങ്ങാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ വളരെ സങ്കടത്തോടു കൂടിയിട്ട് ഞാൻ അവിടുന്ന് യാത്ര തിരിച്ചു. അവിടുന്ന് നമ്മൾ നേരെ ലക്നൗ ലക്ഷ്യമാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം അവിടെ അവർക്ക് ചരക്കിറക്കാനുണ്ട്. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. ഇവരുടെ ഒരുപാട് പ്ലാനുകൾ മാറി മറിയാൻ തുടങ്ങി.
ഇവരുടെ മുതലാളി വിളിച്ചിട്ട് അവിടെ ഇത് ക്യാൻസലാക്കി ഇങ്ങോട്ടേക്ക്, ഇത് ക്യാൻസലാക്കി അങ്ങോട്ട് വരും. ഇവരുടെ ലൊക്കേഷൻ മാറി. എനിക്ക് തോന്നുന്നത് പടച്ചവനെ എനിക്ക് വേണ്ടി മാറ്റുന്നവരുണ്ട്. എനിക്ക് പോകേണ്ട ലൊക്കേഷനിൽ തന്നെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ജബൽപൂരിൽ നിന്ന് നേരെ ലക്നൗ ഉത്തർപ്രദേശ് ലക്നൗവിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ നല്ല സുഖസുന്ദരമായിട്ട് റോഡ് സൈഡിലൊക്കെ നിന്ന് നല്ല അണ്ടർവെയറിലൊക്കെ നിന്ന് കുടിക്കുന്നുണ്ട്. ഞാനൊരു മലയാളിയാണെന്ന് ആർക്കും അറിയില്ല. ഞാൻ പോലും അറിയാതെ ഞാനൊരു നോർത്ത് ഇന്ത്യക്കാരനായി മാറുകയായിരുന്നു. നാഗവല്ലി മാറുന്ന പോലെ ഞാൻ പോലും അറിയാതെ മലയാളമൊന്നും പറയാതെ ഹിന്ദി പറഞ്ഞ് പിന്നെ ലോറീൻ്റെ പുറത്തൊക്കെ സൈഡിലിരുന്ന് സൈഡൊക്കെ പറഞ്ഞ്. വേറെ കാര്യം ഞാൻ പറഞ്ഞില്ല, അവരെനിക്ക് ഭക്ഷണം വാങ്ങി തരുന്നുണ്ട്. ഞാൻ അതിനൊരു ജോലി ആ വണ്ടിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കയറിയ നിമിഷം മുതൽ ആ വണ്ടിയിലെ ക്ലീനർ ഞാനായിരുന്നു. എന്നുവെച്ചാൽ 2 ഡ്രൈവർമാർ ഉറങ്ങും. ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റേയാൾ എഴുന്നേക്കും, മറ്റേയാൾ ഉറങ്ങുമ്പോൾ അങ്ങനെ. അപ്പം ഇതിനുള്ള ക്ലീനർ പോസ്റ്റ് കാലിയാണ്. ഞാൻ വണ്ടിയുടെ സൈഡിലിരിക്കും, സൈഡ് പറയും. ഓരോരോ ഗ്രാമത്തിലെത്തുമ്പം ചില ഹട്ട് സലേ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ മാറ്റും. നല്ല രസമാണ്. എൻ്റെ ട്രൗസറും ഒരു പഴയ ടീഷർട്ടും പിന്നെ ഈ നോർത്ത് ഇന്ത്യക്കാരൻ ലുക്ക് വരാൻ വേണ്ടിയിട്ട് പിന്നെ ഷാളൊക്കെ ഉണ്ട്. അപ്പം ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പം നല്ല ഗേൾസൊക്കെ എന്നെ ഇങ്ങനെ നോക്കും, ഓ ഇതേതാണ് ഈ സുന്ദരൻ, നോർത്ത് ഇന്ത്യയിൽ ഇത്രയും സുന്ദരനോ. മലയാളി എന്ന് പറയുമ്പോൾ കുളിച്ചാലേ കുളിച്ചിട്ടില്ലെങ്കിലും സുന്ദരനല്ലേ. പിന്നെ ഓരോ ഗ്രാമങ്ങളിങ്ങനെ പോവും. ഒരുപാട് മൊന്തകളേന്തിയ സ്ത്രീകൾ, പിന്നെ റോഡ് നിറച്ചും പശുക്കൾ, തൊട്ടാൻ പറ്റൂല, തൊട്ടാ തീരും. പശു റോഡ് മേലുണ്ടോ നമ്മൾ വെയിറ്റ് ചെയ്യാം. പശു ടാക്സ് അടിച്ചിട്ട് പോകുന്നതും നമ്മൾ ഓസിക്ക് പോകുന്നതും പോലെയാണ്. പശു എക്സ്ട്രാ ടാക്സ് കെട്ടി പോകുന്ന പശു എന്ത് ചെയ്യും, പശുവിന് തോന്നുമ്പോൾ മാറും. എന്നിട്ട് നമ്മൾ മാറും, നമ്മൾ അവർ വെയിറ്റ് ചെയ്തിട്ട് കൊടുക്കും. ഒന്ന് തട്ടിക്കഴിഞ്ഞാലോ ലോറി അടക്കം കത്തിക്കും നാട്ടുകാർ. അജാതി ടീംസാണ്. അങ്ങനെ പശുവും പിന്നെ മൊന്തയേന്തിയ സ്ത്രീകളും കട്ടർ റോഡും എന്നെ നോക്കിച്ചിരിക്കുന്ന സുന്ദരികളും നല്ല മണവും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ലക്നൗ പോകുന്നതിൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് നമ്മൾ ലോക്കായി. അവിടെ ഈ ഞാൻ പറഞ്ഞില്ല, ഈ ലോറിക്കാർക്ക് പല സ്ഥലങ്ങളിലും ടൗൺ ഏരിയയിൽ പകൽ എൻട്രൻസ് ഉണ്ടാവില്ല, പകൽ പെർമിഷൻ ഉണ്ടാവില്ല, രാത്രി മാത്രമേ പെർമിഷൻ ഉണ്ടാവും. വൈകുന്നേരം ഒരു ടൗണിലെത്തുമ്പോൾ ലോറിയൊക്കെ നിരത്തിയിട്ടു. അപ്പോൾ അവിടെ രാത്രിയേ പെർമിറ്റ് ഉള്ളൂ. ഞങ്ങളവിടെ നിർത്തി ഇറങ്ങി. ഒരാളെന്ത് ചെയ്തു, ഞാൻ പോയി ചിക്കൻ വാങ്ങിയിട്ട് വന്നു. ചിക്കൻ വാങ്ങാൻ പോയി നമുക്ക് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ മുടിയൊക്കെ ചെമ്പിച്ചൊരു കോലത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിൽ ഭയങ്കര ഒച്ചപ്പാട്. ഞാൻ കേൾക്കുന്നത് എന്താ അറിയോ, നല്ല മലയാളത്തിൽ ആരൊക്കെയോ സംസാരിക്കണം. മരുഭൂമിയിൽ മരിപ്പച്ചവരോ മലയാളം മലയാളം മലയാളം. ഞാൻ ഓടിപ്പോയി അവിടെ നിന്ന് കാതോർത്ത് നിന്നു എങ്ങനെ മലയാളം കേൾക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മലയാളം നല്ലോ പക്ക UP ഭാഷയാണ്. പക്ഷേങ്കിൽ എൻ്റെ ബ്രെയിന് മൊത്തം മലയാളം കേൾക്കാണ്ട് ഇങ്ങനെ പപ്പുവിൻ്റെ ഒരു മെമ്മോ ഇല്ലേ, അവസ്ഥയായിരുന്നു. എനിക്കതൊക്കെ മലയാളമായിട്ട് തോന്നുന്നത്. കുറേ നിന്നു. അടുത്തൊരു കാറ്ററിംഗ് കടയിൽ നിന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അവിടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണും കാണുന്നില്ല. കോഴി മേടിക്കാൻ പോയവനാണെങ്കിൽ കാണുന്നില്ല. ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ലോറിൻ്റെ കാവൽക്കാരൻ ഞാനായിരുന്നു. ഒരുപാട് ലോറിക്കാരുണ്ട്. എല്ലാവരും പുറത്തെത്തി, എല്ലാവരും ഫുഡൊക്കെ പാചകം ചെയ്യാൻ തുടങ്ങി. ഞാനിങ്ങനെ വിശന്ന് കണ്ണ് കാണാണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ചിക്കൻ മേടിക്കാൻ പോകാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. ഓൻ്റെ ഏതോ പെണ്ണിനെ കാണാൻ പോയത് എനിക്ക് തോന്നുന്നത്. തിരിച്ചു വന്നിട്ട് ബോയ് ചിക്കൻ നെയ്യ് മിലായെന്നാണ്. അങ്ങനെ ലാസ്റ്റ് ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കാമെന്നുള്ള പ്ലാനിൽ രാത്രി മെല്ലെ ഓപ്പണായാലും ഞങ്ങൾ ആ ടൗൺ വഴി മെല്ലെ കടന്നു. ടൗണിൽ കിടക്കുമ്പം വലിയ വടിയെടുത്ത് വരും പോലീസുകാർ. റുക്കോ ബോണറ്റിൽ അടിച്ചിട്ട് നിർത്തിക്കും. എന്നിട്ട് പൈസ ഈ നശിച്ചു പോടാ എന്ന് പറഞ്ഞിട്ട് 50 എടുത്ത് കൊടുക്കും, 100 എടുത്ത് കൊടുക്കും. അങ്ങനെ ഓരോരോ പാലത്തിൻ്റെ മുകളിലും ഓരോരോ ട്രാഫിക്കിൽ നിന്നും പോലീസുകാർക്ക് കൊടുത്ത് നമ്മൾ ആ ടൗൺ അങ്ങ് ക്രോസ് ചെയ്തു. ഭയങ്കര അവസ്ഥയായിരുന്നു കേട്ടോ UPയിലെ കാഴ്ചകൾ. അങ്ങനെ UPയിൽ പൈസ കൊടുത്തും ഒക്കെയായി മന്ദം ലക്നൗവും ക്യാൻസലായി. അങ്ങനെ ഇവർ നേരെ അയോധ്യയിലേക്ക് പോയി. അയോധ്യയിൽ ഇവർക്ക് ലോഡ് ഇറക്കേണ്ട ഒരു ഫാം പോലത്തെ സ്ഥലമായിരുന്നു. ചെടികൾ അവിടെ ഇറക്കണം. തൃശ്ശൂരിൽ കൊണ്ടുപോയി അവിടെ പോയി വണ്ടി അവിടെ നിർത്തി. 3-4 ദിവസം ഞാൻ ആ വണ്ടിയിലുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ശോഷിച്ച് നല്ലൊരു അവസ്ഥയാണ്. എൻ്റെ കണ്ണും മുക്കൊക്കെ കാണണം. അവിടുന്ന് നമുക്ക് പോകേണ്ടത് എവിടത്തേക്കാ, നമ്മുടെ നേപ്പാളിലേക്കാണ്, മറന്നുപോയി. അപ്പം അയോധ്യയിൽ നിന്ന് എങ്ങനെ നേപ്പാളിൽ പോകും. ഇവരെന്നെ അവിടെ ഇറക്കി. പിന്നെ എന്നോട് പറഞ്ഞു ഇവിടുന്ന് ഗോരഖ്പൂരേക്ക് പോകുന്ന റൂട്ടായത്. ഗോരഖ്പൂരേക്ക് പോകേണ്ട ആവശ്യമില്ല. ഗോരഖ്പൂർ അവിടുന്ന് എൻ്റെ അറിവിൽ 50 കിലോമീറ്റർ എങ്ങാണ്ടുള്ളൂ ഗോരഖ്പൂരേക്ക്. ഗോരഖ്പൂർ പോവാതെ നേരെ എനിക്ക് പിന്നെ നേപ്പാൾ ബോർഡറിലേക്ക് പോകാൻ പറ്റും. സുനോലി ബോർഡറിലേക്ക് പോകുന്ന വണ്ടി കിട്ടുന്നത്. അങ്ങനെ അവരോട് ഒരുപാട് നന്ദി പറഞ്ഞു. അവരുടെ നമ്പറൊക്കെ വാങ്ങി
ഞാൻ അവരെ പിന്നീട് എന്നെ കേരള ടു സിംഗപ്പൂർ യാത്രയിൽ ഞാൻ ഭൂട്ടാനിൽ വെച്ച് കണ്ടിരുന്നു കേട്ടോ. രണ്ടാമത് മീറ്റ് ചെയ്തിരുന്നു. ഞാനത് വരും ദിവസങ്ങളിൽ ഞാൻ കഥ പറഞ്ഞിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അടുത്ത് കണ്ട ഒരു ഓട്ടോക്കാരനെ കൈ കാണിച്ചു, നിർത്തി. പിന്നെ ഞാൻ മനസ്സിലായത് ചങ്ങാതി ടാക്സി ഓടുന്ന വണ്ടിയാ, കണ്ട ഓട്ടോ പോലൊന്നും ഇല്ല, മറ്റേ ഇലക്ട്രിക് സ്കൂട്ടർ പോലുണ്ട്. അപ്പം 10 റുപ്യ പറഞ്ഞു. ഞാൻ വേണ്ട പോകാം. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് കേട്ടോ, കാരണം കഴിഞ്ഞ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല, ഇവരും കഴിക്കാൻ നിർത്താൻ കഴിച്ചിട്ടില്ല. പിന്നെ അവനെ പറഞ്ഞു നമുക്ക് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അവരിപ്പം പാചകം ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് സമയമില്ല, എനിക്ക് വൈകുന്നേരം എത്തുമ്പോൾ ബോർഡർ എത്തണം പറഞ്ഞു. രാവിലെയാണ് നമ്മൾ അയോധ്യയിലെത്തിയത്. അങ്ങനെ ഒരു ബൈക്കുകാരനെ കിട്ടി. അവൻ എന്നെ ലിഫ്റ്റ് തന്നു പുറത്തെത്തിച്ചു. അവിടുന്ന് ഒരു ഇലക്ട്രിക് വണ്ടി കിട്ടി. അവനെ എനിക്ക് ലിഫ്റ്റ് തന്നു. അങ്ങനെ ലിഫ്റ്റ് അടിച്ച് ഞാൻ ഹൈവേയിലെത്തി ഒരു 10-200 മീറ്റർ നടന്നു. ഹൈവേൻ്റെ അടുത്തെത്തി കൈ കാണിക്കാൻ തുടങ്ങി. കൈ കാണിച്ചു. ആദ്യം വന്നതൊരു ലോറിയായിരുന്നു. ആ ലോറി കയറി കുറച്ച് ദൂരം പോയി അവിടെ ഇറങ്ങി. എനിക്ക് സുനോലി ബോർഡറിലേക്കാണ് പോകേണ്ടത്, അയോധ്യയിൽ നിന്ന്, ഗോരഖ്പൂർ ടച്ച് ചെയ്യാതെ. കുറച്ച് അങ്ങോട്ട് എത്തി, നിർത്തി. എൻ്റെ മൊബൈൽ ചാർജൊന്നും ഇല്ല, കയ്യിൽ വെള്ളമില്ല കുടിക്കാൻ. അടുത്ത് നോക്കുമ്പോൾ ഒരു ബൈക്കിൻ്റെ ഷോറൂം, TVSൻ്റെ ഷോറൂം. എനിക്കിപ്പോൾ ഓർമ്മ, അതൊരു TVSൻ്റെ ഷോറൂമായിരുന്നു കേട്ടോ. ആ TVSൻ്റെ ഷോറൂമിൽ ഞാൻ കയറി എൻ്റെ മൊബൈൽ അവിടെ ചാർജിന് വെച്ചിട്ട് പിന്നെ അവിടെ ഇരുന്നു. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ബൈക്കൊക്കെ സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. അപ്പാച്ച കാണിച്ചു കൊടുത്തു. ബൈക്ക് ഭ്രാന്തനല്ലേ, എവിടെ പോയാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പനിയായി. അവനെ കുടിക്കാൻ വെള്ളമൊക്കെ തന്നു. അപ്പോൾ അവരുടെ ടോയ്ലറ്റിൽ പോകുന്ന വെച്ചപ്പോൾ അവന് ടോയ്ലറ്റില്ല. അവരും പറമ്പത്താണെന്ന് തോന്നുന്നു, അവിടെയും ടോയ്ലറ്റില്ല. അങ്ങനെ ഒരു വൈകുന്നേരം അവിടെ നിന്ന് പോയി നിന്നു, ലിഫ്റ്റ് അടിച്ചു. എനിക്ക് വലിയൊരു ലോറി കിട്ടി, വലിയ ഹെവി സാധനങ്ങൾ കൊണ്ടപ്പോൾ ലോറി കിട്ടി. അത് അവർ ഈ ഒരു സൗത്ത് ഈസ്റ്റ് ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന, ഇപ്പം ഗോരഖ്പൂർ വഴിയാണ് പോകുന്നത്. എന്നെ അവിടെ ഹൈവേയിൽ സുനോലി ബോർഡറിലേക്ക് പോകുന്ന ആ ജംഗ്ഷനിൽ ഇറക്കി തരാമെന്ന് പറഞ്ഞു. അതിൽ കയറി മന്ദം പോയി അവരെ ജംഗ്ഷനിൽ ഇറക്കി. അവിടെയും 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ഒറ്റ വണ്ടി നിർത്തുന്നില്ല. എല്ലാവരും എന്നെ ഒരു അന്യഗ്രഹ ജീവിനെ പോലെ നോക്കണം. കാരണം മൊത്തം ഡ്രസ്സ് അഴുക്കി പിടിച്ചിട്ടുണ്ട്. അലക്കിയിട്ടൊന്നും ഇല്ലല്ലോ, ഒരാഴ്ചയായാലും പുറത്തുനിന്ന് ഇറങ്ങിയിട്ട്. അപ്പോഴത്തേക്കും ഞാൻ ഏകദേശം ഒരു 5-6 ദിവസമായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. 7ാമത്തെ ദിവസമാണ് ഞാൻ ബോർഡർ എത്തുന്നത്. സുനോലി ബോർഡറിലേക്ക് ഏകദേശം ഒരു 30 കിലോമീറ്ററാണ്. അതിൽ താഴെ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ അറിവിൽ. അവിടെ നിന്ന് നോക്കുമ്പോൾ വലിയ ട്രാക്ടർ കൊണ്ട് പോകുന്ന ലോറി. ആ ലോറിയുടെ പുറകിൽ 3 ട്രാക്ടറാണ് നേരെ പോകുന്നത് നേപ്പാളിലേക്ക്. അപ്പോൾ അവരോട് പറഞ്ഞു ലിഫ്റ്റ് ചെയ്യേ വയ്യാന്ന് പറഞ്ഞു. അവരെന്നെ അവിടെ നിന്ന് ലിഫ്റ്റ് തന്നു. അതിൽ കയറി സുനോലി ബോർഡറിൻ്റെ ഏകദേശം ഒരു 1 കിലോമീറ്റർ ഇപ്പുറം എങ്ങനെ അവിടെ നിർത്തി. കാരണം അങ്ങോട്ടേക്ക് അവർക്ക് പോകാൻ പറ്റില്ല, അവർക്ക് ടൈമുണ്ട്, ഇന്ന ടൈമിൽ മാത്രമേ ക്രോസ് ചെയ്യാൻ പറ്റൂ. അവിടെ നിന്ന് നടന്നു സുനോലി ബോർഡർ എത്തി. അപ്പോഴാണ് അറിഞ്ഞത് പിറ്റേന്ന് രാവിലെ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റൂ. കാരണം നേപ്പാൾ ബോർഡറിലാണ് ഞാനുള്ളത്. എനിക്ക് അവിടെ നിന്ന് ഒരു ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. പിന്നെ എന്ത് ചെയ്യുക, ചുറ്റും നോക്കി എന്താ ചെയ്യുക. നല്ല വിശപ്പുണ്ട്, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. മനസ്സിലാക്കണം, 2 ദിവസം മുമ്പാണ് ഫുഡ് കഴിച്ചത്. തലേന്ന് രാത്രി കഴിക്കാൻ വേണ്ടി ചിക്കൻ വാങ്ങാൻ പോയവൻ ചിക്കൻ വാങ്ങിയിട്ട് കഴിച്ചിട്ടില്ല. ഇന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പും നല്ല മഴയും. ഞാനതിൻ്റെ ടെൻ്റ് എടുത്തു. അവിടെ കസ്റ്റംസിൻ്റെ ഓഫീസുണ്ട്, അതിൻ്റെ മൂലക്ക് ടെൻ്റ് അടിച്ചിട്ട് അവിടെ കിടന്നു പറയും. നല്ല മഴ, നല്ല സുഖം. ഇന്ത്യ നേപ്പാൾ ബോർഡറിൻ്റെ മിഡിലായിട്ട് കിടക്കുന്നുണ്ട്. നല്ല വിശപ്പും. നാളെ എന്തെന്നറിയില്ല. നാളെ ഞാൻ പ്രവേശിക്കുന്ന എവിടെയാണ്? എൻ്റെ ടാർഗറ്റിലേക്ക്, നേപ്പാളിലേക്കാണുള്ള യാത്ര. ഓൾറെഡി നേപ്പാൾ ബോർഡർ നടന്ന് കിടന്നു. എന്നാലും നേപ്പാളിനകത്ത് കൂടി യാത്രയാണല്ലോ. നേപ്പാളിൽ എന്താ ഭാഷ എന്ന് എനിക്കറിയില്ല. നേപ്പാളി ഭാഷ അറിയില്ല. നമ്മുടെ പണ്ട് മോഹൻലാൽ പോയല്ലോ, നേപ്പാളി അറിയില്ല, അതും അറിയില്ല. നേപ്പാളിൽ എങ്ങനെ പോകാം അതും അറിയില്ല. എന്താകും ലിഫ്റ്റ് കിട്ടുമ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ കിടന്നു. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ. നാളെ നമ്മൾ കേൾക്കാൻ പോകുന്നത് നേപ്പാളിലെ ബോർഡറിൽ നിന്നും കാഠ്മണ്ഡു വരെ ലിഫ്റ്റ് അടിച്ചു പോയ കഥയാണ്. അതൊരു ട്വിസ്റ്റ് ഉണ്ട്. കാരണം എൻ്റെ മൊബൈലൊക്കെ വീണ് പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് മൊബൈൽ പൊട്ടിയത്, എങ്ങനെയാണ് സർവൈവ് ചെയ്തത്, കാഠ്മണ്ഡുവിൽ നിന്ന് എങ്ങനെയാണ് തിരിച്ചു വന്നത്, ഇതുപോലുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ കാണാൻ മറന്നു പോരുത്. 2 എപ്പിസോഡ് കണ്ടവർ അടുത്ത എപ്പിസോഡും കാണാൻ മറന്നു പോരുത്. കാരണം ഒരു കഥ പറയുമ്പം മുഴുവനായിട്ട് കേൾക്കണം കേട്ടോ. അപ്പം ഞാൻ ഏതായാലും നേപ്പാൾ എത്തിയതിലേക്ക് ഇവിടെ മോഹൻലാലിൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് കിടക്കട്ടെ. ബായ്. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.